ക്ലച്ച് ഔട്ടാതെ വാഹനത്തിന്റെ ഗിയർ മാറ്റാൻ പറ്റുമോ? ഫസ്റ്റ് ഗിയർ ഒഴിച്ച് ബാക്കി എല്ലാ ഗിയറും ക്ലച്ച് ഔട്ടാതെ മാറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റേഷനറി ആയിരിക്കുന്ന വാഹനത്തിനെ മുമ്പോട്ട് ചലിപ്പിക്കാനും അതുപോലെ തന്നെ വാഹനത്തിനെ നിർത്താനും വേണ്ടി പ്രധാനമായും ക്ലച്ച്. ഇനി നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് നോക്കാം. ഞാൻ ഫോർത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ക്ലച്ച് ഔട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, ഞാൻ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റിയത് എന്ന്. ക്ലച്ച് ഔട്ടാതെ വാഹനത്തിന്റെ ഗിയർ മാറ്റാൻ പറ്റുമോ? ക്ലച്ച് ഔട്ടാതെ വാഹനത്തിന്റെ ഗിയർ മാറ്റാൻ സാധിക്കും. അത് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാൻ പോവുകയാണ്. ഞാനിങ്ങനെ ചെയ്തെന്ന് വെച്ച് നിങ്ങൾ ആരും ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റാൻ സാധിക്കും എന്ന് നിങ്ങളെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഗിയർ ഒഴിച്ച് ബാക്കി എല്ലാ ഗിയറും ക്ലച്ച് ഔട്ടാതെ മാറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, എന്നാ ഫസ്റ്റ് ഗിയറിന് ക്ലച്ച് ഔട്ടാതെ ഗിയർ മാറ്റാൻ സാധിക്കില്ലേ? സാധിക്കും. വാഹനം ഓട്ടത്തിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ സാധിക്കും. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലച്ച് ഔട്ടാതെ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഓഫായി പോകത്തേ ഉള്ളൂ. സ്റ്റേഷനറി ആയിരിക്കുന്ന വാഹനത്തിനെ മുമ്പോട്ട് ചലിപ്പിക്കാനും അതുപോലെ തന്നെ വാഹനത്തിനെ നിർത്താനും വേണ്ടി പ്രധാനമായും ക്ലച്ച് ഉപയോഗിക്കുന്നു. എന്ന് വെച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പുറം രാജ്യങ്ങളിലെ മാനുവൽ ഗിയർ ഉള്ള ട്രക്കുകൾക്ക് ഫസ്റ്റ് ഗിയർ ഒഴിച്ച് ബാക്കി എല്ലാ ഗിയറിനും ക്ലച്ച് ചവിട്ടാതെയാണ് ഇടുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ തെളിവ് സഹിതം ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറുന്നത് കാണിക്കുകയാണ്. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി ഞാൻ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഗിയറിനും ക്ലച്ച് ഉപയോഗിക്കാതെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. വാഹനം പതുക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലച്ച് ഉപയോഗിക്കാതെയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ പോകുന്നത്. ഞാൻ കാല് മാറ്റി വെക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. ക്ലച്ച് ഞാൻ ചവിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ. വാഹനം ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടാൻ പോവുകയാണ്. ക്ലച്ച് ഒട്ടിയിട്ടില്ല. കണ്ടല്ലോ. ഇനി ഫോർത്ത് ഗിയറിലേക്ക് ഇടാൻ പോവുക. ക്ലച്ച് ഒട്ടിയിട്ടില്ല. വാഹനം ഇപ്പോഴും റണ്ണിങ്ങിലാണ്. ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടാൻ പോവുകയാണ്. ക്ലച്ച് ഒട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് നോക്കാം. ഞാൻ ഫോർത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ക്ലച്ച് ഔട്ടിയിട്ടില്ല. ഓക്കെ, ഫോർത്തിലേക്ക് വീണിട്ടുണ്ട്. ഇനി തേർഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഔട്ടാതെയാണ് മാറിയത്. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യാം. ക്ലച്ച് ചവിട്ടിയിട്ടില്ല. സെക്കൻഡ് ഗിയറിലേക്കാണ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, ഞാൻ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റിയത് എന്ന്. വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിന്റെ RPM മനസ്സിലാക്കി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ക്ലച്ച് ചവിട്ടാതെ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ക്ലച്ച് ചവിട്ടാതെ നമ്മുടെ വാഹനത്തിന്റെ ഗിയർ മാറ്റാം എന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്ലച്ച് ചവിട്ടി നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് വാഹനത്തിന് ഏറ്റവും നല്ലത്.